എൻ്റെ പ്രിയപ്പെട്ടവരെ, PMC അത് പറയാതെ പോയിരുന്നെങ്കിൽ അറിയാം നിങ്ങൾക്ക് എവിടെ പോയി KM ഷാജി? 1.5 മീറ്റർ ആയിരുന്നു നാവ്. എടോ പോടോ എന്നല്ലാതെ വിളിക്കൂല. എടോ വിജയ അങ്ങനെ വിളിക്കാം. എടോ വിജയ, PMC എങ്ങാനും ഞങ്ങൾ ഈ PMC അറബിക്കടലിലേക്ക് വലിച്ചെറിയും. എന്തേ ഷാജി അറബിക്കടലിൽ ഇല്ലിപ്പോ? നിങ്ങളെ മണ്ഡല ഭയങ്കര ഇവിടെയാണോ? അല്ല അല്ലേ? പള്ളിക്കുന്ന് വലിയ ചേപ്പർ ആവാദങ്ങളെ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കോ. എന്താ ഇയാളെ പറഞ്ഞത്? SIR ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയും ഇല്ലേ? അല്ല, PMC അറബിക്കടലിലേക്ക് വലിച്ചെറിയും. എന്താ PMC എന്ന് പറഞ്ഞാൽ? PMC എന്ന് പറഞ്ഞാൽ കേന്ദ്രം തരുന്ന ഒരു പണം. ഒരു ബ്ലോക്കിൽ 2 സ്കൂള്, 40% പണം സംസ്ഥാന ഗവൺമെന്റ്, 60% കേന്ദ്ര ഗവൺമെന്റ്. പ്രത്യേക കളറിൽ പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കണം ഇല്ലേ? എന്നാൽ അത് വലിച്ചെറിയാൻ അവിടെ നിൽക്കട്ടെ. KM ഷാജിയെ തൻ്റെ കൂടെയുള്ള പാർട്ടി, നന്നെ നയിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ പാർട്ടിയുടെ പേരെന്താണ്? കോൺഗ്രസ്. കർണാടകയിൽ നടപ്പിലാക്കി, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ നടപ്പിലാക്കി, തെലുങ്കാനയിൽ നടപ്പിലാക്കി. എന്നെ കേൾക്കുന്ന കോൺഗ്രസ് ഒന്ന് മറുപടി പറ, എന്നെ കേൾക്കുന്ന ലീഗ് ഒന്ന് മറുപടി പറ. എന്തെങ്കിലും നിബന്ധന വെച്ചോ നിങ്ങൾ? ഒരു നിബന്ധനയും ഇല്ലാതെ എന്താണോ കേന്ദ്രം പറയുന്നത്, ആ കേന്ദ്രം പറയുന്ന PMC നടപ്പിലാക്കിയ കോൺഗ്രസ്, ആ കോൺഗ്രസിന് വോട്ട് ചോദിക്കുമ്പോൾ ഇവിടെ പറയാണ് പിണറായി വിജയൻ PMC നടപ്പിലാക്കാൻ നോക്കുകയാണ്, ഞങ്ങളത് അറബിക്കടലിലേക്ക് വലിച്ചെറിയും. PMCയുടെ MOUയിൽ ഇടതുപക്ഷം ഒപ്പുവെച്ചിരുന്നു, സത്യമാണ്. അത് പ്രത്യേക ഫണ്ട്, അതിൻ്റെ ഫണ്ടല്ല, മറ്റു ചില ഫണ്ടുകൾ കിട്ടാൻ അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ അതിൽ നിന്ന് പിന്മാറി ഇല്ലേ? ആ പിന്മാറിയത് എന്തിനാ നിങ്ങൾ തുടരുന്നത്? ഞങ്ങളിവിടെ സ്പീഡ് റെയിൽവേ സിൽവർ ലൈൻ കൊണ്ടുവരാൻ മഞ്ഞ കുറ്റി അടിച്ചല്ലോ, നിങ്ങളത് എടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? എന്തേ PMC നിങ്ങൾ ഒഴിവാക്കാതിരുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ രീതി മാറ്റുന്നത് PMC അല്ല, അത് NEP ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. PV അബ്ദുൽ വഹാബിന്റെ PV സ്കൂൾ അടക്കം, മുസ്ലിം ലീഗ് നടത്തുന്ന CBSE സ്കൂൾ അടക്കം, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന CBSE സ്കൂൾ അടക്കം ഇപ്പോഴും പഠിപ്പിക്കുന്നത് കേന്ദ്ര സ്കീമാണ്. ആ കേന്ദ്ര സ്കീമിൽ ഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് അതിൽ പഠിപ്പിക്കുന്നില്ല. മുഗളന്മാരെ കുറിച്ച് അതിൽ പഠിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അതിൽ പഠിപ്പിക്കുന്നില്ല. അതിന് പകരമായി കേരള സർക്കാർ കരിക്കുലം പദ്ധതി പ്രകാരം ബദലൊരു പുസ്തകമിറക്കി. ആ പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്നും അയാളുടെ രാഷ്ട്രീയം എന്താണെന്നും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും AICCയുടെ പ്രസിഡന്റുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആരാ നെഹ്റു? ഇപ്പൊ നിങ്ങൾ നോക്ക്, എൻ്റെ പേര് ഇവിടെ അച്ചടിച്ച എന്താണ്? നാസിർ കൊളായി. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ കൊളായി എവിടെയാണെന്ന്. പലരും വിചാരിച്ച എൻ്റെ നാടിൻ്റെ പേരാണ്. എൻ്റെ നാടിൻ്റെ പേര് കൊടിയത്തൂരിന്നാ. കൊളായിൽ എന്നത് എൻ്റെ വീട്ടുപേരാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ അത് കൊളായി എന്ന് ചുരുക്കി എന്നെ കളിയാക്കി വിളിച്ചു. അങ്ങനെയാണ് ആ കൊളായി എൻ്റെ തലയിൽ കുടുങ്ങിയത്. നിങ്ങളൊക്കെ ഇപ്പോൾ ബഹുമാനിച്ച് കൊടുത്ത നാസർ കൊളായി എന്നൊക്കെ പറഞ്ഞാലും കണ്ണ് തെറ്റി ഞങ്ങൾ പറയില്ലേ കൊളായി വന്നിട്ടില്ല, കൊളായി പോയിട്ടില്ല, കൊളായിനെ നിങ്ങൾ പറയുള്ളൂ. നാസർ പലപ്പോഴും അതിലുണ്ടാവില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിങ്ങൾ പറയല്ലോ, നെഹ്റു കുടുംബം, ഗാന്ധി കുടുംബം, രാഹുലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എങ്ങനെ നെഹ്റു കുടുംബം ഉണ്ടായത്? വല്ല സംശയമുണ്ടോ? നെഹ്റു എന്ന് പേരെങ്ങനെ വന്ന്? നിങ്ങൾ ഇതിൽ നിൽക്കുക, മെറ്റയോട് ചോദിക്കുക, മെറ്റ പറയും. എന്താ പറയുക? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കാശ്മീരി പണ്ഡിറ്റായ മോത്തിലാലിനെ കൊണ്ടുവന്ന് ആഗ്രയിലെ തോട്ടിങ്കരയിൽ ഇടം കൊടുത്ത് താമസിപ്പിച്ചു. അതുവരെ അവരുടെ പേര് അറിയപ്പെട്ടിരുന്നത് കൗൾ എന്നാണ്. കൗൾ കുടുംബം, കൗൾ കുടുംബം എന്നറിയപ്പെട്ട്. പക്ഷേ ഇവിടെ തോട്ടിൻകരയിൽ താമസിക്കുമ്പോൾ തോടിന് ഉറുദുവിലും അറബിയിലും പറയുക നെഹർ എന്നാണ്. തോട്ടിൻകരയിൽ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ കൗൾ നെഹ്റു എന്ന പേര് വന്നു. കൗള് പോയി, പിന്നെ നെഹ്റുവായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുല്ല. പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ജാതി പേര്, ജവഹർലാൽ പേര്, നെഹ്റു വീട്ടുപേര്. ആ നെഹ്റുവിനെ കൊണ്ടുവന്നിരുത്തിയ മുഗളന്മാർ, സപ്താത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ, ലോകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന സപ്താത്ഭുതങ്ങളിൽ ഒന്ന് താജ്മഹൽ. താജ്മഹൽ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പുസ്തകത്തിൽ മുഗളന്മാരെ കുറിച്ച് പറയൂല. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവന്റെ മുമ്പിലുള്ളത് മുഗൾ ഗാർഡനാണ്. അതിനെക്കുറിച്ച് ഇവർ പഠിപ്പിക്കൂല, കാരണം മുഗളന്മാരെ കുറിച്ച് പറയണം. ഫത്തേപൂർ സിക്രി ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ കുത്തബ് മീനാർ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ചെങ്കോട്ട, ഒരുപാടുണ്ടാവും. ഇതിലേതെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മുഗളന്മാർ ഒരുപാട് അവരുടെ നാട്ടിൽ നിന്ന് അടക്കം കൊണ്ടുവന്ന് ഈ നാട്ടിൽ സപ്താത്ഭുതങ്ങൾ അടക്കം സൃഷ്ടിച്ച മുഗളന്മാരെ കുറിച്ച് ഇവർ പഠിപ്പിക്കില്ല. എന്താ കാരണം? RSS പറയുന്നത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങള് കൊള്ളയടിച്ചവരാ മുഗളന്മാര്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് ബാബർ ഉണ്ടാക്കിയതാ.
ആ ബാബർ ഉണ്ടാക്കിയ പള്ളി അത് ബാബരും അടക്കമുള്ളവർ ക്ഷേത്രം ആക്രമിച്ചവരാണ്, ക്ഷേത്രം കൊള്ള ചെയ്തവരാണ് എന്ന് പറഞ്ഞ് ബാബരി മസ്ജിദ് അവിടെ ശ്രീരാമൻ ജനിച്ച സ്ഥലമാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അവിടെ ജനിച്ചതിനൊരു തെളിവില്ല, എങ്കിലും ഉണ്ടാക്കട്ടെ. അങ്ങനെ ഉണ്ടാക്കിയ രാമക്ഷേത്രത്തിന്റെ വെള്ളിയും ഇഷ്ടികയും പൊന്നും പണവും അടക്കം അടിച്ചു മാറ്റിയ കോടികൾ ആര്? നരേന്ദ്രമോദി നിശ്ചയിച്ച രാമജന്മക്ഷേത്രത്തിന്റെ പൂജാരിമാരടക്കമുള്ള ആളുകൾ. മുഗളന്മാരെ കുറ്റം പറഞ്ഞവർ, ഞാൻ സമയക്കുറവുകൊണ്ടും ആരോഗ്യക്കുറവുകൊണ്ടും അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ദേശാഭിമാനി പത്രത്തിൽ കഴിഞ്ഞ 10 ദിവസമായി തുടർച്ചയായി രാമക്ഷേത്രത്തിന്റെ കൊള്ളയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും രാഹുൽ ഗാന്ധി അതിനെതിരെ പ്രതികരിച്ചോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പ്രതികരിച്ചോ? ഞങ്ങൾ RSSന്റെ ക്ഷേത്ര കൊള്ളയെക്കുറിച്ച് ഈ നാട്ടിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവസാനിപ്പിക്കുക, ആ PMCക്ക് ബദലായി കേന്ദ്ര ഗവൺമെന്റിന്റെ പഠനത്തിൽ എതിരായി ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു. എന്തിനധികം വാഗൺ ട്രാജഡി 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത ഒരുപാട് മനുഷ്യര് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഗണിൽ കയറ്റി പോത്തന്നൂരിലേക്ക് വെച്ച് ശ്വാസം മുട്ടി മരിച്ച ഒരുപാട് പേർ, കോരങ്ങത്തെ പള്ളിമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കൾ, 2 മുസ്ലിങ്ങൾ അടക്കം ആ ശുഹദാക്കൾ, അവരുടെ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാ ഈ കേരളത്തിൽ ഞങ്ങളാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ PMC കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വിദ്യാഭ്യാസം മാറ്റുകയാണ് എന്ന് പ്രചരിപ്പിച്ചവർ എന്തേ ഇപ്പൊ ലീഗിന് മിണ്ടാട്ടല്ലേ? PMCയെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? ഞാൻ അവസാനിപ്പിക്കുക. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെ നിയമിച്ച ഒരുപാട് പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി റോയ് മാത്യു. ആരായി റോയ് മാത്യു? അദ്ദേഹമാണ് UP ലവ് ജിഹാദ് ഈ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. ബീഫ് നിരോധനം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കേരള കൗമുദിയിൽ ലേഖനം എഴുതിയ റോയ് മാത്യു ആണ് ഇയാളുടെ പ്രസ് സെക്രട്ടറി. അതുപോലെ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വെച്ചിട്ടുള്ളത് N ശേഷാദ്രിനാഥൻ. അയാൾ RSS എന്ന് പറഞ്ഞ ഞങ്ങളാ. KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് പറഞ്ഞു, എൻ്റെ കോഴിക്കോട് ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ജനിച്ചവനാണ് അയാൾ, അവിടെ വളർന്ന ആളാണ്. അയാളുടെ ലേഖനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്, അയാളുടെ വാട്സപ്പ് എടുത്ത് പരിശോധിച്ച് നോക്ക്. N ശേഷാദ്രിനാഥൻ RSS ആണ്. അയാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി വെക്കരുത്. എന്താ കാരണം? കേരളത്തിൽ 1000-2000 വോട്ട് ഒരു ബൂത്തിൽ നിന്ന്, ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാറ്റിയാൽ BJPക്ക് ജയിച്ചു കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇയാളെ പോലെയുള്ള ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി വെച്ചാൽ BJP ജയിച്ചു കയറും. ഇത് പറഞ്ഞതുകൊണ്ട് PM നിയാസിന് സന്ദർശനാനുമതി കൊടുത്തില്ല. അതുപോലെ തന്നെ സർക്കാർ പ്ലീഡറായി BJPക്കാരനായ ABVPക്കാരനായ D ശരത്തിനെ നിയമിച്ചു. അത് തെറ്റാണ്. അയാൾ RSS ആണ്, BJP ആണെന്ന് ഞങ്ങൾ പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ആണ്. അതുകൊണ്ട് അലോഷ്യസ് സേവിയറിന് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കിട്ടിയില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോയതാരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ബാബു ചേട്ടൻ, RV ബാബു, ശശികലടത്തി ഇല്ലേ? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സകല ആളുകളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരുമിച്ച് പോയി കണ്ടു. പത്രക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ ഇന്നലെ സമസ്തയുടെ നേതാക്കളെയും കണ്ടിരുന്നു. ലീഗുകാർക്ക് മനസ്സിലായിനോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയാണ് സമസ്ത ആണോ? വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞാൽ വിഷം തീണ്ടുന്ന RSSന്റെ ഹിന്ദുത്വ വർഗീയത പറയുന്നവരാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അതാണോ കേരളത്തിലെ മഹത്തായ ഒരു മുസ്ലിം സംഘടന സമസ്ത? പാണക്കാട് തങ്ങളടക്കം അതിലെ ഭാരവാഹിയല്ലേ? ആ സമസ്തയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തിനെ കണ്ടതുപോലെ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി. ഞാൻ അവസാനിപ്പിക്കാം. എവിടേക്കായി നാട് പോകുന്നത്? മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു 30 MLA-മാരെ കിട്ടിയാൽ ഈ കേരളം ഞങ്ങൾ ഭരിക്കും. 30 വേണ്ട, 3 MLA-മാരെ കിട്ടിയാൽ ഈ കേരളം RSS ഭരിക്കും എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുക. ഈ RSSനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ ഒരു മഹാന്റെ ഓർമ്മ ദിനത്തിലാണ് നമ്മളുള്ളത്. ശക്തമായ ഭാഷയിൽ, തനതായ ശൈലിയിൽ, അമ്മ പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള അച്ഛനാണോ എന്ന് RSSന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തൻ്റെ ഇടം കാണിച്ച സഖാവ് VS. ആ VSന്റെ ഓർമ്മ ദിനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വർഗീയ ശക്തികൾ കേരളത്തിൽ അധികാരത്തിൽ പിടിമുറുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഇന്ത്യ ആകെ വർഗീയവാദികൾക്കെതിരെയുള്ള ഉജ്ജ്വലമായ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ സമര കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഒരു കാലത്ത് സമരത്തിന്റെ കൊടുങ്കാറ്റായി നടന്നു നീങ്ങിയ സഖാവിന്റെ VSന്റെ പ്രസക്തി, അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ മുദ്രാവാക്യങ്ങൾ വർഗീയതക്കെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടം, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളൊക്കെയും ഉണ്ടാകണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓർമ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.